പടിഞ്ഞാറൻ ഏഷ്യയിൽ അമേരിക്ക നടത്തിവരുന്ന സൈനിക ഇടപെടലുകളും ഇറാനെതിരായ ശക്തമായ യുദ്ധതന്ത്രങ്ങളും യുഎസ് സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അസ്വസ്ഥതകൾക്കും വഴിതെളിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സൈനികരിൽ ഒരു വിഭാഗം കനത്ത മാനസിക സമ്മർദ്ദത്തിലും അമർഷത്തിലുമാണെന്നാണ് വിദേശ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിരീക്ഷണത്തിനും മറ്റ് നിർണായക സൈനിക ദൗത്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന യുഎസ് എയർഫോഴ്സിന്റെ KC-135R സ്ട്രോട്ടോ ടാങ്കർ വിമാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ചില ഗ്രാഫിറ്റികളുടെ ചിത്രം പുറത്തു വന്നതോടെയാണ് ഈ വിഷയം ആഗോളതലത്തിൽ വീണ്ടും ചർച്ചയായി മാറിയത്. റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ക്രാഫ്റ്റിനായുള്ള ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ ഡോക്ടർ ട്രിറ്റ പാർസി എക്സിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് കനത്ത വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വ്യോമസേനാ വിമാനത്തിന്റെ ശരീരഭാഗങ്ങളിൽ കൈപ്പടിയിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ അമേരിക്കയുടെ വിദേശ നയത്തെയും ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെയും പരസ്യമായി പരിഹസിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമാണ്. സൈനികരുടെ അമർഷവും നിരാശയും വ്യക്തമാക്കുന്ന ശൈലിയാണ് ഈ സന്ദേശങ്ങൾ കുറിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്നത് അനുസരിക്കുന്ന നല്ല കുട്ടിയാവുക എന്ന പരിഹാസ രൂപേണയുള്ള വാചകമാണ് ഗ്രാഫിറ്റിയിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത്. അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഇസ്രയേലിന്റെ രാഷ്ട്രീയ സൈനിക താൽപര്യങ്ങൾക്കായാണ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്ന കടുത്ത വിമർശനമാണ് ഈ സന്ദേശത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു സന്ദേശത്തിൽ സമാധാന കരാർ 64 വരുന്നു, ഇതെല്ലാം ഒരു വിശുദ്ധ നാടിന് വേണ്ടിയാണ് എന്ന് കുറിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിരന്തരം നടക്കുന്ന നയതന്ത്ര ചർച്ചകളെയും സമാധാന നീക്കങ്ങളെയും പരിഹസിക്കുന്നതിനോടൊപ്പം അമേരിക്കൻ സൈനികരുടെ ജീവൻ പണയം വെച്ചുള്ള പോരാട്ടങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന നിരാശാജനകമായ ചോദ്യവും ഇതിൽ നിഴലിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറി എന്ന തികച്ചും വിചിത്രവും അപകീർത്തികരവുമായ വാചകവും വിമാനത്തിൽ കാണാം. വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മുൻനിർത്തി ട്രംപ് ഭരണകൂടത്തെയും സൈനിക ദൗത്യങ്ങളെയും ഒരേപോലെ കളിയാക്കുന്ന തരത്തിലാണ് ഈ പ്രയോഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിമാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ അക്ഷരങ്ങൾ ആരെഴുതി എന്നതിനെ കുറിച്ചോ ഇത് ഏത് സാഹചര്യത്തിൽ ചിത്രീകരിച്ചു എന്നതിനെ കുറിച്ചോ സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പശ്ചിമേഷ്യയിൽ കാലങ്ങളായി തുടരുന്ന സംഘർഷങ്ങളിൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ ഉപരിയായി ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെന്ന ചിന്ത സൈനികരിൽ വളരുന്നുണ്ട്. ട്രംപിന്റെ ഇറാൻ വിരുദ്ധ പ്രചാരണങ്ങളും യുദ്ധാന്തരീക്ഷവും സ്വന്തം സൈനികർക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. നീണ്ട പോരാട്ടങ്ങളും നിരന്തരമായ യുദ്ധദൗത്യങ്ങളും കാരണം സൈനികരുടെ മാനസികാരോഗ്യം തകരാറിലാകുന്ന സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ സൈനികരുടെ ഇടയിൽ രൂപപ്പെടുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ യുഎസ് കോൺഗ്രസിലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെച്ചേക്കാം. ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങൾക്കെതിരെ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നത് ട്രംപിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ ഉപദേശകർക്കും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ ട്രിറ്റ പാർസി പങ്കുവച്ച ചിത്രങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെ അമേരിക്കൻ സൈനികരുടെ യഥാർത്ഥ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളും ആഗോളതലത്തിൽ സജീവമായി. സാധാരണയായി കടുത്ത അച്ചടക്കം പാലിക്കുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ഒരു തന്ത്രപ്രധാന വിമാനത്തിൽ ഇത്തരത്തിൽ ഗ്രാഫിറ്റികൾ പ്രത്യക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ചയായും കണക്കാക്കപ്പെടുന്നുണ്ട്. യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് പോരാടുന്നതിനേക്കാൾ വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകേണ്ടി വരുന്നത് സൈനികരിൽ ഉണ്ടാക്കുന്ന നിരാശ ചെറുതല്ല. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളികളാകുന്നതിനോട് അമേരിക്കൻ പൊതുസമൂഹത്തിലും വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. ഈ എതിർപ്പ് ഇപ്പോൾ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്ന സൈനികരിലേക്കും പടർന്നു പിടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പ്രതിരോധ മന്ത്രാലയവും വ്യോമസേന അധികൃതരും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ. വിമാനത്തിൽ സന്ദേശങ്ങൾ എഴുതിയവരെ കണ്ടെത്താനും സൈനികർക്കിടയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അടിയന്തര നടപടികൾ ഉണ്ടായേക്കാം. ഇസ്രയേലിന്റെ യുദ്ധം അമേരിക്ക നടത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കേവലം രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം മാത്രമല്ലെന്നും അത് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അമേരിക്കൻ ഭടന്മാരുടെ മനസ്സിലും പുകയുന്ന അമർഷമാണെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്.